നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് സൈലത്തിൻ്റെ IAS പ്ലാറ്റ്ഫോമിലും അതേപോലെ തന്നെ PSC പ്ലാറ്റ്ഫോമിലും നിങ്ങളോട് ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നതിൻ്റെ യോഗ്യതകൾ എന്തെല്ലാമാണ്, പ്രായപരിധി എത്രയാണ്, നോട്ടിഫിക്കേഷനിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് KASൻ്റെ സിലബസ്. അത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായി തന്നെ നമ്മൾ നോക്കി. ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ വി വുഡ് ബി ലുക്കിംഗ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് വൺ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ദാറ്റ് ഇസ് ഇന്ത്യൻ പോളിറ്റി. KASൻ്റെ ഇന്ത്യൻ പോളിറ്റിയുടെ സിലബസ് എന്തെല്ലാമാണ്, എങ്ങനെയാണ് കഴിഞ്ഞ KAS പരീക്ഷയ്ക്ക് ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യൻ പോളിറ്റി എന്ന വിഷയം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് പരീക്ഷയ്ക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആണ് ഇവിടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ഇൻഫാക്റ്റ് എ മാസ്റ്റർ പ്ലാൻ. അതായത് ഇനി വരുന്ന 80 ദിവസം അല്ലെങ്കിൽ 85 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൻ്റെ പ്രിലിമിനറി മെയിൻസ് പരീക്ഷകൾക്ക് ഇന്ത്യൻ പോളിറ്റി എന്ന വിഷയം കൈകാര്യം ചെയ്യാൻ സാധിക്കുക. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഇൻറ്റൻഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ സെഷൻ. സോ ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് എ മാസ്റ്റർ പ്ലാൻ ഫോർ ഇന്ത്യൻ പോളിറ്റി ഫോർ ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം. ഫൈൻ. അപ്പോൾ നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിഷയം പരിചയപ്പെടുത്തുന്നതിന് മുൻപ് പ്ലീസ് കീപ് വൺ തിങ് ഇൻ യുവർ മൈൻഡ്, ദാറ്റ് എ വിഷൻ വിതൗട്ട് എ പ്ലാൻ ഇസ് ഓൾവേസ് ആൻ ഇല്യൂഷൻ. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കാം, പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കൽ ഒരു പദ്ധതി, ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരമൊരു പ്ലാൻ ഇല്ലാതെ നിങ്ങൾ കാണുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് വെറും ഒരു തോന്നൽ മാത്രമായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ 3 മാസമോ 365 ദിവസമോ അല്ലെങ്കിൽ ദശാബ്ദങ്ങളോ വർഷങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമാണ്, കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. അത് KAS എക്സാം മാത്രമല്ല, ഈവൻ PSC എക്സാം ആണെങ്കിലും സിവിൽ സർവീസസിൻ്റെ പരീക്ഷയാണെങ്കിലും ബാങ്ക് എക്സാം ആണെങ്കിലും SSC എക്സാം ആണെങ്കിലും നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ത് തന്നെയാണെങ്കിലും, യു മേ ബി എ സ്റ്റുഡൻറ്റ് ഹു ഹാസ് പാസ്ഡ് ഔട്ട് ഫ്രം an IIT, അല്ലെങ്കിൽ നിങ്ങളൊരു ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആസ്പിറൻ്റ് ആയിരിക്കാം, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ഡസ് നോട്ട് മാറ്റർ. നിങ്ങളെ സംബന്ധിച്ച് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ it would be possible only if you have a smart strategy. അപ്പോൾ അങ്ങനൊരു പദ്ധതി രൂപീകരിക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ദാറ്റ് is something which is provided as the points to remember. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? 4 പോയിൻറ്റ്സ്. ഈ 4 പോയിൻറ്റ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ 4 പോയിൻറ്റ്സും കൃത്യമായി മനസ്സിലാക്കുക. പ്ലാൻ ഫ്രെയിം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കർത്തവ്യം തീരുന്നില്ല. യുവർ പ്ലാൻ നീഡ്സ് ടു ബി വെരി ക്ലിയർ. വളരെ ക്ലിയർ ആയിട്ടുള്ള, കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇത്ര ദിവസം 85 ദിവസം ഉണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസം അലോട്ട് ചെയ്താൽ കാര്യക്ഷമമായി എഫിഷ്യൻ്റായി നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റിയുള്ള ഒരു പ്ലാൻ വേണം ഫോർമുലേറ്റ് ചെയ്യാൻ. That plan should be feasible. What do you mean by feasible? Feasible എന്ന് പറഞ്ഞാൽ it should be practical, executable. എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന പ്ലാൻ ആയിരിക്കണം അത്, കേട്ടോ. പ്രാക്ടിക്കൽ ആയിരിക്കണം. ഓക്കെ, പ്രാക്ടിക്കൽ ആയിരിക്കണം. അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാൻ ആയിരിക്കണം. Now see, many of the aspirants, ഇവരുടെ ഭാഗത്ത് നിന്നുമുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. അതായത് ഒരു സുഹൃത്ത് പറയുന്ന പ്ലാനിനനുസരിച്ച് നമ്മളുടെ പ്ലാനിൽ ഡീവിയേഷൻ വരുത്തിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ സ്വാധീനം നമ്മളിൽ ചെലുത്തപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പ്ലാൻ നമ്മളുടെ പ്ലാനിനേക്കാൾ ബെറ്റർ ആണ്, എന്നാൽ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ സ്വാഭാവികമായും തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്ലീസ് റിമെമ്പർ ദിസ് തിങ്, ദാറ്റ് യു ഷുഡ് നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ പ്ലാൻ. അനാവശ്യമായി ഓരോ ദിവസവും നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ള പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാം, പക്ഷേ അത്
കൃത്യമായ ഒബ്സർവേഷന് ശേഷം മാത്രമായിരിക്കണം. അതായത് നിങ്ങൾ തന്നെ ഈ പ്ലാൻ വർക്കൗട്ട് ആവുന്നില്ല എന്ന് നിങ്ങളുടെ മെൻറ്ററുടെ സഹായത്തോടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ നമ്പർ 1 ഇസ് ദാറ്റ് യു ഷുഡ് ഹാവ് എ ക്ലിയർ സ്ട്രാറ്റജി ഓർ പ്ലാൻ. ദ സെക്കൻഡ് വൺ ഇസ് ദാറ്റ് the plan you have formulated should be feasible or practical. ഇന്ത്യൻ പൊളിറ്റി ബൈ എം ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പുസ്തകം ഒരാഴ്ച കൊണ്ട് മുഴുവൻ പഠിച്ചു കളയാം എന്ന് പറയുന്ന അപ്രായോഗികമായ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. The third one is that you should not deviate from the plan occasionally because of the influence of your friends or colleagues, whomever it might be. And the fourth one, always keep an introspection, observation into your plan, whether it is working out or not. So ഈ 4 കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഇനി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കോമൺ ആയി നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളുടെയും പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സ്റ്റഡി ദ സിലബസ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് എക്സാമിനാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എക്സാമിനാണല്ലേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനാണ്. സോ KSൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുക. നോട്ടിഫിക്കേഷനിൽ വലിയൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ പോലും സിലബസ് കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവിഷൻ മനസ്സിലാക്കി തന്നെ സിലബസ് പഠിക്കണം. യു ഷുഡ് സ്റ്റഡി ദ സിലബസ്, ലേൺ ദ സിലബസ്. ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. സോ നൗ വി വിൽ ലുക്ക് ഇൻ ടു ദ സിലബസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റി. ഇതൊരു സീരീസായി നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെയും സിലബസ് ഇൻട്രൊഡക്ഷൻ കൺസേൺഡ് ഫാക്കൽറ്റീസ് തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഇറ്റ് ഈസ് മെൻഷൻഡ് ദാറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് സെലിയൻറ്റ് ഫീച്ചേഴ്സ്. ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങളും. എന്തെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെലിയൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ്, ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്. നമ്മുടെ രാജ്യത്തെ പരമോന്നതമായ നിയമം എന്നറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ആണല്ലേ. രാജ്യത്തിൻ്റെ മൗലിക നിയമസംഹിത എന്നറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഡോക്യുമെൻ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ചില സെലിയൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, സവിശേഷ സ്വഭാവങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ദാറ്റ് ഇസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻറ്റ് ആസ് വെൽ ആസ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഒരേ സമയം തന്നെ സ്വതന്ത്രവും അതേസമയം തന്നെ ഏകീകൃതവുമായ ജുഡീഷ്യറി ഉണ്ട്. എന്താണ് സ്വതന്ത്ര ഏകീകൃത ജുഡീഷ്യറി എന്ന് അറിയാവുന്നവർ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. നമ്മളുടെ ലെക്ചേഴ്സിൽ നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതേസമയം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സേലിയൻ ഫീച്ചറാണ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വേഗത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന പ്രൊവിഷൻസ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ബുദ്ധിമുട്ടോടുകൂടി മാത്രം മാറ്റം വരുത്താൻ സാധിക്കുന്ന പ്രൊവിഷൻസ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മോഡറേറ്റ്ലി ഈസി അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായി മാറ്റം വരുത്താൻ സാധിക്കുന്ന പ്രൊവിഷൻസും ഉണ്ട്. ദാറ്റ് മീൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് അമെൻഡബിൾ, ബട്ട് the Constitution of India is a blend of rigidity and flexibility. അതേസമയം തന്നെ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സേലിയൻ ഫീച്ചറാണ്, സേ ഫോർ എക്സാമ്പിൾ, the secularism. The Indian brand of secularism. Indian brand of secularism. അതെന്താണ് സർ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം എന്ന് പറയുന്നത്? മറ്റ് സെക്യുലാരിസം പോലെയല്ല, ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം എന്ന് പരാമർശിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെലിയൻ ഫീച്ചേഴ്സ് എന്താണ് എന്നത് വി വുഡ് ബി ഡിസ്കസിങ് ആസ് പാർട്ട് ഓഫ് ദ സിലബസ്.
So you have the fundamental rights, which is part 3 of the Indian Constitution, fundamental duties, part 4A of the Indian Constitution, the directive principles of state policy, which means പൊളിറ്റിയുടെ ഭാഗമായി we will have to learn the philosophical part of Indian Constitution. Indian Constitutionന്റെ ഫിലോസഫിക്കൽ പാർട്ടിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. ഫൈൻ, ദ ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഫിലോസഫിക്കൽ പാർട്ടാണ് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ആസ് വെൽ as ഈവൻ ദ ഫണ്ടമെൻ്റൽ rights. Now, preamble, then you have the fundamental rights, fundamental duties, the directive principle of state policy. Then we come to part 5 of the Indian Constitution. സിലബസിൽ പിന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് the functions and responsibilities of the union and the state, the parliament and the state legislature, the structure, function, power and privileges, issues and challenges pertaining to the federal structure. What do you mean by federal structure? Federal structure എന്ന് പറഞ്ഞാൽ different levels of government with its own operational sphere. Guaranteed by the Constitution. Guaranteed by the Constitution. This is what do you mean by federal structure. ഡൽഹിയിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട്. ഇതെല്ലാം എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സ്ട്രക്ചറിനെ വി വുഡ് സേ ദാറ്റ് ഇറ്റ് ഇസ് ഫെഡറൽ ഇൻ നേച്ചർ. ഫൈൻ. സോ വെൻ ഇറ്റ് കംസ് ടു the functions and the responsibilities of the union and the state, കേന്ദ്ര തലത്തിലെ എക്സിക്യൂട്ടീവിനെ പറ്റി നമ്മൾ പഠിക്കണം. സേ ഫോർ എക്സാമ്പിൾ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ പ്രൈം മിനിസ്റ്റർ, ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കേന്ദ്ര തലത്തിലെ ലെജിസ്ലേച്ചറിനെ പറ്റി നമ്മൾ പഠിക്കണം. ദാറ്റ് ഇസ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. സംസ്ഥാന തലത്തിലെ എക്സിക്യൂട്ടീവ്, ദാറ്റ് ഇസ് ദ ഗവർണർ, ദ chief minister, the state council of ministers, the state council of ministers and state legislature even. സംസ്ഥാന നിയമസഭയെ സംബന്ധിച്ചും നമ്മൾ പഠിക്കണം അല്ലേ? So what you need to understand is that ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ആണ് എങ്കിൽ you would be having executive, legislature and judiciary. Executive ആണ് the President of India, the Vice President of India, the Prime Minister, the Union Council of Ministers and the Parliament. Sorry, up to Union Council of Ministers. Legislature ആണ് the Parliament of India. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ എക്സിക്യൂട്ടീവ് മീൻസ് ദ ഗവർണർ, ദ ചീഫ് മിനിസ്റ്റർ, ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സംസ്ഥാന നിയമസഭ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്. സർ, അപ്പോൾ ജുഡീഷ്യറിയെ പറ്റി പഠിക്കണ്ടേ? വേണം. ദാറ്റ്സ് വാട്ട് ഇസ് മെൻഷൻഡ് ഹിയർ. ജുഡീഷ്യറി ഇൻ ഇന്ത്യ. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, which means you will have to learn about the Supreme Court as well as even the High Court. സുപ്രീം കോടതിയും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് യു വിൽ ഹാവ് ടു ഓൾസോ ലേൺ അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരം ഉണ്ട് ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ. പ്ലീസ് റിമെമ്പർ ദാറ്റ് both the Supreme Court as well as the High Court has got the power to perform the judicial review. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ പുറത്തിറക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണോ അൾട്രാ വയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും അതോറിറ്റിയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക.
You will have to learn about judicial review, the public interest litigation. Public interest litigation എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു താൽപര്യ ഹർജിയാണല്ലേ. പൊതു താൽപര്യ ഹർജി എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി, ഓക്കെ, പൊതുസമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി ഇൻഫാക്റ്റ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു വ്യക്തി, ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നദീജല മലിനീകരണമായിരിക്കാം, എന്ത് ഇഷ്യൂ ആണെങ്കിലും ആ വ്യക്തി കോടതിയെ സമീപിക്കുന്നു, കോടതി ആ ഹർജി പരിഗണിക്കുന്നുവെങ്കിൽ അത്തരം ഹർജിയെ നമ്മൾ പൊതു താൽപര്യ ഹർജി എന്ന് വിശേഷിപ്പിക്കും. സോ ദാറ്റ് വിൽ ഹാവ് ടു ബി ലേൺഡ്. ലാൻഡ് റവന്യൂ ലോസ് വിൽ ഹാവ് ടു ബി ലേൺഡ്. ദ എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിരിക്കുന്ന പ്രൊവിഷൻസ് നമ്മൾ വായിക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുക, എങ്ങനെ വേണമെങ്കിലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ we will have to learn. So that is also part of your syllabus. The constitutional authorities, which means constitutional bodies, ഭരണഘടനാ സ്ഥാപനങ്ങൾ, say for example Election Commission of India, then for example the Comptroller and Auditor General, the Union Public Service Commission എന്നിങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഫിനാൻസ് കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയും അവരുടെ അധികാരങ്ങൾ, കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവയെ സംബന്ധിച്ചും വളരെ കൃത്യമായി മനസ്സിലാക്കണം. വി വിൽ ഹാവ് ടു ഓൾസോ ലേൺ അബൌട്ട് പഞ്ചായത്തി രാജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നീ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കണം. ആൻഡ് ഫൈനലി വി വിൽ ഹാവ് ടു ലേൺ അബൌട്ട് അതർ ബോഡീസ് ഇൻ അസോസിയേഷൻ വിത്ത് ദ സ്റ്റാറ്റ്യൂട്ട്. പാർലമെൻറ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗം പുറത്തിറക്കിയിട്ടുള്ള മറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഉദാഹരണമായി വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, ദെൻ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് ഉദാഹരണമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഈവൻ ഇലക്ഷൻ കമ്മീഷനും ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് ഉദാഹരണമാണ് എന്ന് പറയാൻ സാധിക്കും. സോ വി വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദാറ്റ് ആസ്പെക്ട് ഓൾസോ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ സിലബസ്. Now coming to the source number 1 is NCERT. NCERTയിൽ ക്ലാസ് 11ലെ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കുക. And that textbook is Constitution at Work. Constitution at Work എന്ന ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും ആദ്യം നിങ്ങൾ വായിക്കേണ്ടത്. മറ്റൊരു കാര്യം വായിക്കുന്നതിന് മുൻപ് ഫസ്റ്റ് സോഴ്സായി കൺസിഡർ ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദ ബൈബിൾ ഓഫ് ഇന്ത്യൻ പോളിറ്റി, ദ ഹോളി ബുക്ക് ഓഫ് ഇന്ത്യൻ പോളിറ്റി, വിച്ച് ഇസ് ഇന്ത്യൻ പോളിറ്റി ബൈ M. ലക്ഷ്മികാന്ത്. ഇന്ത്യൻ പോളിറ്റി ബൈ M. ലക്ഷ്മികാന്ത്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വായിച്ച് നമ്മൾക്ക് ഈ 3 മാസം കൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് കൃത്യമായി സിലബസിൽ പരാമർശിച്ചിരിക്കുന്ന ടോപ്പിക്സ് തന്നെ വായിക്കുക. സാർ അപ്പോൾ NCERT വായിക്കണ്ടേ? NCERT വായിക്കണം. NCERT വായിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം ലക്ഷ്മികാന്തിലേക്ക് പോകേണ്ടത്. കാരണം NCERT ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഗോ ത്രൂ ദ ഹിന്ദു ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദ കമ്പൈലേഷൻസ്, ദ കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻസ് ഓഫ് ദി ഹിന്ദു ന്യൂസ് പേപ്പർ. ആൻഡ് source number 4 is the previous year questions. Previous year questions. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, പക്ഷേ മുൻകാലത്ത് PSCയും UPSCയും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ചോദ്യ മാതൃകകൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് വിൽ എൻഡ് ദ സോഴ്സ്. Now I will just introduce you some of the questions asked by the Kerala PSC for the Kerala Administrative Service exam. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചതിന് ശേഷം ദിസ് വുഡ് ബിക്കം മോർ ഈസി ഫോർ യു. സോ ഇൻഫാക്ട് KASന്റെ ആദ്യ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫെഡറലിസം ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട്, ഫെഡറലിസം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരി എന്ന് പറഞ്ഞിരിക്കുന്നു. സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത്? എക്സാക്ട്ലി ആണ്, isn't it? സിലബസിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നതാണ്
ദ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് പെർട്ടൈനിങ് ടു ദ ഫെഡറൽ സ്ട്രക്ചർ. അപ്പോൾ ഇന്ത്യൻ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ ആൻസർ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് ദാറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. അത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല, നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമായിരിക്കും ഒരു ബിഗിനറിന് ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുക. സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ആൻസേഴ്സ് നൗ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈസ് പ്രസിഡന്റിൻ്റെ ഇലക്ടോറൽ കോളേജിലെ മെമ്പേഴ്സ് ആരെല്ലാമാണ് എന്ന് പറഞ്ഞാൽ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അംഗങ്ങൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് ആരെല്ലാമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കൃത്യമായി ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ ഡിഫറെൻറ്റ് വൺ. സോ ഇതിന് സ്വാഭാവികമായും നമ്മൾ പഠിക്കേണ്ടത് ഏത് ചാപ്റ്ററാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് റെഫർ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് വൺ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന ബന്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നത് ഇന്ത്യൻ ഫെഡറലിസം ആണ് എന്ന് പരാമർശിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. നൗ ദർ ആർ സെർട്ടൻ ക്വസ്റ്റ്യൻസ് ഫോർ ദ മെയിൻസ് ഓൾസോ. നിങ്ങൾക്കൊരു ധാരണ നൽകുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഒരു മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫൈൻ ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് എന്യൂമറേറ്റ് ഓൺ വിച്ച് ആക്ഷൻസ് ജുഡീഷ്യൽ റിവ്യൂ ഇസ് അപ്ലൈഡ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ നിയമ പുനഃപരിശോധനയാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്തെല്ലാം ആക്ഷൻസിലാണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, കേന്ദ്ര സംസ്ഥാന കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾ പുറത്തിറക്കുന്ന നിയമങ്ങൾ അവ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക. കൃത്യമായി സ്ട്രക്ചർ ചെയ്തൊരു ആൻസർ എഴുതുന്നതിലൂടെ you would be able to score maximum marks in this question. Now, one of the other important concern is that, sir, prelims clear ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസിന് എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പ്രിലിംസിന് മാത്രമായി എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ആയി പഠിക്കണമോ, മെയിൻസിന് മാത്രമായി ഡെഡിക്കേറ്റഡ് ആയി പഠിക്കണമോ എന്നുള്ള സംശയവും നിങ്ങൾക്ക് തോന്നാം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, പ്രിപ്പയർ കോംപ്രിഹെൻസീവ്ലി ഫോർ ദ പ്രിലിംസ് ആൻഡ് ദ മെയിൻസ് എക്സാം. നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്നത് തന്നെയാണ് നിങ്ങളോട് മെയിൻസിന് ചോദിക്കുക. ആൻഡ് ഫോർ ദാറ്റ് ഐ വിൽ ബി ഷോയിങ് യു എ മോഡൽ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് KASൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ 2002 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. എന്നാൽ മെയിൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്യൂമറേറ്റ് അറ്റ്ലീസ്റ്റ് 5 ഡ്യൂട്ടീസ് അണ്ടർ ആർട്ടിക്കിൾ 51A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പഠിച്ചാൽ യു വുഡ് ബി ഏബിൾ ടു അറ്റംപ്റ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ ആസ് വെൽ as ഈവൻ യു വുഡ് ബി ഏബിൾ ടു അറ്റംപ്റ്റ് ദ മെയിൻസ് ക്വസ്റ്റ്യൻ. സോ പ്ലീസ് ബിലീവ്, സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഇല്ല, കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ബി വർക്കിംഗ് ഫോർ യു. Now, എന്താണ് ഇതിൽ നിന്ന് പ്രധാനമായ ടേക്ക് അവേസ്? പ്രാക്ടീസ് പ്രീ-YQs ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ഫോക്കസ് ഏരിയാസ്. 3 മാസത്തിനുള്ളിൽ എല്ലാം പഠിച്ച് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ടത് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ എന്നുള്ളത് കൊണ്ട് കോൺസെൻട്രേറ്റ് ഓൺ ദ ഫോക്കസ് ഏരിയാസ്. ആൻഡ് ഫൈനലി വി ഹാവ് എ വണ്ടർഫുൾ അനൗൺസ്മെൻറ്റ്. പ്രിലിംസിന് മാത്രമായി KAS ഒരു ബാച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നു. ബാച്ച് 12th March 2025 സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് റിഗാർഡിംഗ് ദ ഫീ റെഗുലർ മോർണിംഗ് ബാച്ച് ഇസ് അവൈലബിൾ ഇൻ ട്രിവാൻഡ്രം ആസ് വെൽ as ഇൻ കാലിക്കറ്റ്. തിരുവനന്തപുരത്തും കോഴിക്കോടും റെഗുലർ മോർണിംഗ് ബാച്ച് അവൈലബിൾ ആണ്. 9:30 മണി മുതൽ 1:30 വരെയാണ് സമയം. ടെസ്റ്റ് അതിനുശേഷമുള്ള 10-15 മിനിറ്റ് ആയിരിക്കും ടെസ്റ്റ് നടത്തുക. 2 മണിക്ക് മുൻപായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോയി പഠിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ കോഴ്സ് ഫീ ഈസ് ₹11,999. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിൻ്റെ
ഇൻ്റർവ്യൂവിൻ്റെ ഉൾപ്പെടെയുള്ള ഗൈഡൻസ് ഫ്രീ ആയിരിക്കും. അതായത് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്താൽ മെയിൻസ് വുഡ് ബി ഫ്രീലി ഡെലിവേർഡ് ബൈ Xylem IAS, as well as even we would be providing the interview guidance also. Now when it comes to the online batch, ഒരേ ഒരു ഓൺലൈൻ ബാച്ച് മാത്രമേ നമുക്കുള്ളൂ. വൈകിട്ട് 6:30 മുതൽ 9:30 വരെയാണ് സമയം. ഇതേപോലെ സ്റ്റുഡിയോയിൽ നിന്ന് ലൈവ് സ്ട്രീം ചെയ്യുകയാണ് ചെയ്യുക. ദ കോഴ്സ് ഫീ ഈസ് 9,999. അവിടെയും നിങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്താൽ മെയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ആൻഡ് വി ഹാവ് the wonderful panel of academicians. We have Mr. S.C. Makram, the academic head of Xylem IAS. Geography would be handled by Rino Mariam. Then for the economics we have Mr. Nandu S. Goban, and polity would be handled by me. Then idu koodade Xylem PSC യുടെ ഭാഗത്ത് നിന്ന് we have Jerin sir for Maths, we have Saji ma'am for Malayalam. എന്നിങ്ങനെ വലിയ ഒരു ഫാക്കൽറ്റി നിര തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച KAS ഫാക്കൽറ്റി നിര തന്നെയാണ്. Xylem IASൻ്റെയും Xylem PSCയുടെയും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഫാക്കൽറ്റി പാനലാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. സോ ഇഫ് യു ബിലീവ് ഇൻ ദ ക്രെഡിബിലിറ്റി ഓഫ് ദ ഫാക്കൽറ്റി, പ്ലീസ് കം ആൻഡ് ജോയിൻ ഇൻ ദ കോഴ്സ്. വി വെൽക്കം യു. താങ്ക് യു. ഗുഡ് ബൈ.